ഞാനൊന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹോൾട്ടർ ടോപ്പ് തന്നെയാണ്. ജീൻസിന് ഇടാൻ പറ്റുന്ന ടോപ്പാണ്. അപ്പോൾ ആ ടോപ്പ് എന്ന് വെച്ചാൽ താഴെ ഒരു ബാൻഡ് വന്നിട്ട് ഇങ്ങനെ ചുരുക്ക് വന്ന് ബാക്കിൽ കെട്ടായിട്ടുള്ളതാണ്. അപ്പോൾ ബാൻഡിന് വേണ്ടിയിട്ട് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. ചെസ്റ്റ് വരുന്നത് 36 ആണ്. വെയിസ്റ്റ് 28 ആണ്. അപ്പോൾ വെയിസ്റ്റ് 28-ന് നമുക്ക് ഇതുപോലൊരു ബാൻഡാണ്. ഈ ബാൻഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്റ്റിഫോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് ഈ ബാൻഡിന്റെ ഉള്ളിൽ ഇതിങ്ങനെ നമ്മൾ ചുരുക്കിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കിത് കെട്ടുമായിട്ട് ബാക്കിൽ കെട്ടായിട്ടാണ് വരുന്നത്. ഈ ബാൻഡിലേക്ക് ഇതിങ്ങനെ ചുരുക്കി പിടിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് 12 ഇഞ്ച്, അതായത് ഫ്രണ്ടിലെ ഈ അതായത് ഇങ്ങനെ വരുന്ന ഈ വീതി എന്ന് പറയുന്നത് ഞാൻ 12 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാനുള്ളതാണ്, ബാക്കിൽ കെട്ടുവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ ചെയ്യണ്ടേന്ന്. അതായത് ഇതിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിൽ നമുക്ക് കെട്ടായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് ഞാൻ ഡബിൾ പീസ് ഇട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ നമുക്കിത് ചെയ്യാം. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഇതുണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ചുരുക്കിട്ടിട്ട് ഇങ്ങനെ ചുരുക്ക് വരും, എന്നിട്ട് ബാക്കിലോട്ട് കെട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് ചെയ്തതിന് ശേഷം ഒന്ന് കാണാം ഇതിന്റെ ഗുണം എന്താണെന്ന്. അപ്പൊ ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഇഷ്ടമുള്ളവർക്ക് ഇടാൻ പറ്റുള്ളൂ. അത് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന മോഡൽ ഡ്രസ് അല്ല. അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്, അതിനനുസരിച്ച് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിവിടെ ഇത് ബാൻഡാണ് കണ്ടോ. ഈ ബാൻഡില് ഇതിങ്ങനെ ചുരുക്കിട്ടിട്ട് രണ്ട് പീസ് ഇങ്ങനെ വരും കണ്ടോ, ഇങ്ങനെ ചുരുക്ക് വരും. ഈ ബാൻഡ് ഇങ്ങനെ ഇവിടെയും വരും. അങ്ങനെയാണ് ഡ്രസ്സ്. അപ്പൊ നമുക്ക് തയ്ച്ചതിന് ശേഷം നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ബാക്കിൽ കെട്ടാണ് വന്നേക്കുന്നത്. കണ്ടോ, ബാക്കിൽ കെട്ടാണ്, ഇങ്ങനാണ് വരുന്നത്. ഓക്കെ, കണ്ടോ. ഇവിടെ നമുക്ക് കൂടുതലായിട്ടൊന്നും കാണുമൊന്നുമില്ല, ഇങ്ങനാണ്. ഇനി ഇതിന്റെ ടോപ്പ് ഇതിന്റെ പുറത്ത് വേണമെങ്കിൽ ഷഗ് പോലുള്ള ഇതിട്ടിട്ട് വേണമെങ്കിൽ ഇടാം. അതല്ല ഇത് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ ഇടാം. ഓക്കെ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ബ്ലൗസിന്റെ കട്ട് ചെയ്യുന്ന പോലെ ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു, തയ്ച്ചോണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്. അതുകൊണ്ടാണ് ഞാൻ അതിപ്പോ പറയുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ആണിത് കേട്ടോ. എത്ര വണ്ണമുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ അത് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ബാക്കില് നമുക്ക് കെട്ടല്ലാതെ തന്നെ നമുക്ക് അല്ലാതെ ജോയിൻ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. കെട്ട് വേണ്ടാതെ ചുമ്മാതെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ബാക്കിൽ വീതി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആവാം. അതല്ല, ഇതിപ്പോ ഞാൻ ഹുക്ക് വെച്ചേക്കാണ്. ഇതും കെട്ട് വേണമെങ്കിൽ കെട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് കെട്ടുന്ന രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതേൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തൂക്കി ഇട്ട് അതൊരു ഭംഗിയിൽ കിടക്കും. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൽ നമുക്ക് മോഡലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.
അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു ഐറ്റം ആയിട്ട് കാണാം. ഇത് വെട്ടുന്നത് ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ബ്ലൗസിന് നമ്മൾ ഡാറ്റ് ഇടാൻ വേണ്ടി വെട്ടുന്നത് പോലെ ഒരു ഷേപ്പ് കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഓക്കെ, ബൈ, നമുക്ക് വീണ്ടും കാണാം.